കുഞ്ഞിമംഗലം ഗ്രാമത്തിലെ കടാങ്കോട്ട് വീട്ടിൽ ഉണിച്ചെറിയമ്മയുടെയും ഭർത്താവ് മുക്കൻകുറ്റി വീട്ടിൽ കോമന്റെയും മനം നിറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ 13ാമത്തെ പുത്രിയായി മാക്കം പിറന്നു. മാതാപിതാക്കളുടെയും 12 നേരാങ്ങളമാരുടെയും സ്നേഹപരിലാളനകളിലൂടെ അല്ലലെന്തെന്നറിയാതെ മാക്കം വളർന്നു. യൗവനയുക്തയായ മാക്കത്തിനെ പിതാവിൻ്റെ നേർമരുമകൻ മുക്കൻകുറ്റി വീട്ടിൽ കുട്ടിനമ്പറെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ആ ദാമ്പത്യവല്ലരിയിൽ 2 പൊന്നോമന മക്കൾ പിറന്നു, ചാത്തുവും ചീരുവും. ആമോദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നല്ല നാളുകളിലൂടെ കടന്നു പോകവേ തങ്ങളേക്കാൾ ഭർത്താക്കന്മാർക്ക് നേർപ്പെങ്ങൾ മാക്കത്തോടാണ് സ്നേഹമെന്ന് ചിന്തിച്ച നാത്തൂന്മാരുടെ മനസ്സുകളിൽ വിഷസർപ്പങ്ങൾ പത്തിവിടർത്തിയാടാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലൊരു നിയോഗം പോലെ കോലത്തരജനും നെരിയൂട്ട് സ്വരൂപം തമ്പുരാനും പടകുറിച്ചു. കോലത്തുമന്നന്റെ പടനായകരായിരുന്ന മാക്കത്തിന്റെ ആങ്ങളമാർ പടക്കിറങ്ങാൻ നിയോഗിതരായി. പകയുടെ കനലെരിയുന്ന മനസ്സുമായി കാത്തിരുന്ന നാത്തൂന്മാർക്ക് അവസരമൊത്തുവന്നു. എണ്ണയുമായി എമ്മൻ വരുമ്പോൾ മാക്കത്തിന് മെയ് 2 നടുപല ദിവസമായിരുന്നു. നാത്തൂന്മാർ മനഃപൂർവ്വം മാറി നിന്നു. എണ്ണയും അകത്തു വെച്ച് എമ്മൻ പുറത്തിറങ്ങുന്ന നേരത്ത് പെട്ടെന്ന് നാത്തൂന്മാരവിടെ എത്തി. മുക്കൻകുറ്റി കുട്ടി നമ്പർ പോരാഞ്ഞിട്ടോ മാക്കേ പറമ്പങ്കരവാണിയൻ എമ്മനെ വിളിച്ചതെന്ന് ചോദിച്ച് അപവാദ വാക്കുകൾ കൊണ്ടവർ മാക്കത്തെ അപമാനിച്ചു. പടജയിച്ചെത്തിയ ആങ്ങളമാർക്ക് മുന്നിൽ പെങ്ങൾ പിഴച്ചുപോയെന്ന കള്ളക്കഥ സമർത്ഥമായി അവർ അവതരിപ്പിച്ചു. സത്യം മനസ്സിലാക്കാതെ അവർ മാക്കത്തെ വധിക്കാൻ തീരുമാനിച്ചു. പടജയിച്ചു വന്നാൽ കോട്ടയം വിളക്കിന് പോകാമെന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാനെന്ന വണ്ണം അവർ മാക്കത്തെയും മക്കളെയും വിളിച്ച് യാത്രയായി. യാത്രക്കിടയിൽ മമ്പറം കായലൂടിനടുത്ത് അച്ചങ്കര പള്ളിപ്പറമ്പിലെ പൊട്ടക്കിണറ്റിൽ കൊത്തിയെരിഞ്ഞിട്ടു ആ നരാധമന്മാർ മാക്കത്തിന്. പൊന്മക്കളായ ചാത്തുവിൻ്റെയും ചീരുവിൻ്റെയും കഴുത്തിലും നേരം മാവന്മാരുടെ കരവാൾ പതിഞ്ഞു. ഈ ക്രൂരകൃത്യത്തിൽ ഒന്നും പങ്കില്ലാത്തൊരാങ്ങള കുട്ടിരാമറും ഭാര്യയും ഏറെ ദുഃഖിച്ചു. മാക്കത്തെയും മക്കളെയും നട്ടുച്ച നേരത്ത് കൊത്തിയെരിഞ്ഞ് പൊട്ടക്കിണറ്റിലിടുന്ന ക്രൂരകൃത്യം കണ്ടുനിന്ന മാവിലാൻ നിലവിളിച്ചു. ഓടിച്ചിട്ട് പിടിച്ച ആ സാധുവിനെയും അവർ ശിരച്ഛേദം ചെയ്ത് കിണറ്റിലെറിഞ്ഞു. പൊട്ടക്കിണറ്റിൽ നിന്ന് അഗ്നിജ്വാലകൾ ഉയർന്നു. മാക്കത്തിന്റെ പാതിവൃത്യശക്തിയാൽ ആ തീനാളങ്ങൾ കടാങ്കൂട്ട് തറവാട്ടിന്റെ 4 കെട്ടും നടുപ്പുരയും ചാമ്പലാക്കി. അത്ഭുതമെന്ന് പറയട്ടെ, കുട്ടിരാമറും ഭാര്യയും പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. 11 ആങ്ങളമാരും അവരുടെ ഏഷണി പരീക്ഷകളായ ഭാര്യമാരും നിമിഷനേരം കൊണ്ട് കത്തിച്ചാമ്പലായി. സത്യത്തിൻ്റെയും പാതിവൃത്യത്തിൻ്റെയും ശക്തിയിലൂടെ മാക്കവും മക്കളും മാവിലാനും ദൈവീകതയിലേക്കുയർന്നു തെയ്യക്കോലങ്ങളായി.